ഹായ് ഹലോ late reply Pro Max 4 years ago. We randomly got matched with Sinabasi in Warzone എന്ന് പറഞ്ഞ വീഡിയോയുടെ എല്ലാ കമന്റ്സും വായിച്ച് പോകാൻ പോവാ. ഇതെന്താടെ ഹെയ്റ്റോ നമുക്ക്? നീയൊക്കെ കുണ്ടന്മാരാണോ സംസാരിക്കണൊക്കെ വൃത്തികെട്ട ടോണെന്ന്? ഇവനെ പിടിക്കുട്ടൻ ഇവനൊക്കെ ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്തൊക്കെ ചൂടാവാൻ പോലും എനിക്ക് ഇഷ്ടമല്ല. കളിപ്പിക്കട്ടാ ഒന്നും ചെയ്യില്ല പാവ. ചെലപ്പോ ചെക്കന്റെ ഹയർ ലെവൽ ഓഫ് ടൂൺ ആയിരിക്കാം, നമുക്കറിയില്ല. പിപ്പിടിക്കുട്ടന്റെ സൂപ്പർ ആയിരിക്കും. ഞാൻ കാലൊടിക്കാം, വെറുതെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റാത്തത് എന്തൊരു കഷ്ടമാണ്. ഈ വീഡിയോ ഒരു അടക്കാത്ത ചിരിയോ കൂടി കാണാൻ പറ്റി. ഓക്കെ, നിനക്ക് മലയാളം വായിക്കൽ വീക്കാണോ? ഞാൻ ചെറുതായിട്ട് ഇംഗ്ലീഷ് ആണെങ്കിൽ നോക്കാം. ആശ്വാസം, ഞാൻ വിചാരിച്ചു കൃഷിക്കാൻ വരായിരുന്നു. നമ്മൾ കളിക്കുമ്പോൾ കിട്ടും വല്ല ബംഗാളിയോ. എന്താ വാക്ക് പറഞ്ഞാ മതി. നോബിനെയാ എന്ത് വാക്കത്? നൂബ്, ഇത് നോമ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, നോമ്പാ. പിന്നെയോ എന്നിട്ടാണെങ്കിലോ അവർ ബോംബിട്ട് കൊല്ലുകയും ചെയ്യും. ഓക്കെ, പബ്ജി ഇത് വെച്ചോ, കുറച്ച് മലയാളമുള്ളൂ, വേഗം വെച്ചോ. ബാക്കി എനിക്കൊരിക്കൽ CDML മൾട്ടിപ്ലെയർ എനിക്ക് ഒരിക്കൽ കോഡ് മൊബൈലിടാ കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ CDM എന്ന് പറഞ്ഞ CDM. ഓക്കെ, പറഞ്ഞു ലൈൻ കട്ട്. എന്നിട്ട് വായിക്കും, തെറ്റിക്കഴിഞ്ഞാൽ എന്നിട്ട് വായിക്കണം. ഇതെങ്ങനെ മനസ്സിലും? എന്റെ പൊന്നുമോനെ, ഈ വീഡിയോ 2.5 മണിക്കൂറാവട്ടെ, അത് തമാശയല്ല. ഞാൻ മൈക്ക് ഓഫ് ആയിരുന്നു. എതിർ ടീം മുടിഞ്ഞ കളി, ഞങ്ങൾ അടിച്ച് ഭിത്തിയിൽ കയറ്റി. അവൻ ഭയങ്കര നെകളിപ്പ്. നൂബ് ടീമിനെ ആണല്ലോ എനിക്ക് കിട്ടിയതെന്ന് നിർത്തി കളി കഴിഞ്ഞ് നോക്കിയപ്പോൾ അവന് 10 കിൽ, എനിക്ക് 9. ഫ്രീ ഫയർ ഫ്രീ ഫയർ പ്ലെയർ ആണെങ്കിലും രണ്ടാളുടെയും വോയിസ് കേട്ട് ഇരുന്നു പോയി. എന്റെ വാസിയുടെ സൗണ്ട് അല്ലെങ്കിലും ഇത് കിടക്കി. 5-ാം പാതിര ചെറിയ ഹാക്കർ ആയിക്കോട്ടെ, ആയിട്ടൊക്കെ. നമുക്ക് അടുത്ത വീഡിയോ ഞാൻ പറയട്ടെ, നിന്നെ മലയാളം വായിക്കാൻ പഠിപ്പിക്കുന്നു. അപ്പൊ രണ്ടുപേർക്കും മലയാളം അറിയില്ലല്ലോ. വാസിയുടെ ID തരുക, മച്ച ID തരുക. എത്ര കമന്റാടാ കൊച്ചിട്ടേക്കണ. Oh my god, consistency. മച്ച ID തരുക പ്ലീസ് ബ്രോ. ബാസി മച്ചാന്റെ ID തരുക. ഹലോ മച്ചാൻ ബാസി, മച്ചാനെ ബാസിയുടെ ID തരുക. കൊടുക്കട്ടെ റീൽ ഷർട്ട് കൈ. ഒരു മിനിറ്റ് താഴേക്ക് പോയ എടാ, ഉണ്ടെങ്കിൽ ഒന്ന് സെൻഡ് ചെയ്യോ? മൈ നമ്പർ സെൻഡ് ചെയ്താൽ മതി. പുള്ളിനൊന്ന് വിളിച്ചാലോ നമുക്ക്? ബ്രോ എന്റെ നമ്പർ വിളിച്ചിരുന്നില്ല. 4 വർഷം മുമ്പുള്ള പുള്ളി, നീ അതൊന്നും അറിയുന്ന പുള്ളി. പബ്ലിക് റെക്കഗ്നീഷനൊക്കെ അങ്ങനെ വേറെ ആരെങ്കിലും ഞാൻ കൂട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കൂലോ. ഞാൻ പറയില്ല, ഞാൻ പറഞ്ഞിങ്ങനെ പറഞ്ഞോളൂ പറയും. അപ്പൊ ഞാൻ എന്നോ പറയില്ല ചെക്കൻ ആ സാധനം ഇടും ഞാൻ. പാവം പറയും, ഇവനറിയോ സാറിന്? ഇവനുണ്ടല്ലോ മറ്റേ ജയറാമിന്റെ സാധനം. മറ്റേ കോളേജിലൊക്കെ പ്രൊഫസർ അങ്ങനത്തെ ടീമൊക്കെ അറിഞ്ഞിട്ടുണ്ടോ? ഓ അഫ്കോഴ്സ്, ഞാൻ തന്നെ ഓർക്കസ്ട്ര ചെയ്ത എന്റെ കൂട്ടുകാരൻ പോയിട്ട് ഇതൊക്കെ പറയും. അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ ഇതൊക്കെ പറഞ്ഞു നടക്കാണല്ലോ ദൈവേ. ആ സാധനം ഞാൻ ഇറക്കി വരും. ഓക്കെ, അല്പനാട്ട രാഹുൽ, കുറച്ചൊക്കെ അല്പത്തരാവാം. നമ്മൾ ഇങ്ങനത്തെ കുറച്ച് ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്നു, നമുക്ക് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നു. അത് നമുക്കാണ് ഉണ്ടായതെന്നൊക്കെ ആൾക്കാരറിയണ്ടേ. ഒരു കാഫറ്റീരിയ പോയിരുന്നു അവിടെ എത്തിയപ്പോ പുള്ളിന്റെ അടുത്ത് ആ വീഡിയോ ഇറങ്ങിയ ടൈമിൽ തന്നെ പറഞ്ഞു, ബ്രോയുടെ സൗണ്ട് ബാസിലെ പോലെ ഉണ്ട് കേട്ടാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. പുള്ളിയെന്ന് പറഞ്ഞു പുള്ളി ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ല ബ്രോ, ഞാൻ പുള്ളി എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തോ. അറിയോ, ഇനി അങ്ങോട്ട് നമ്മളതിനി പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാവുന്നുള്ള സീനില്ല ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഒന്നും ആയൊന്നുമില്ല. നീ എന്ത് ചെയ്യണമെന്ന് അറിയോ? നമ്മള് ബാസിയാന്ന് പറഞ്ഞ സെക്കൻഡ് വീഡിയോ വേണമായിരുന്നു. നമ്മള് കമ്പനിയായി പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ, നിന്നെ ഞാൻ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് വീഡിയോ ഒരെണ്ണം തട്ടിയാൽ മതിയായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് മറ്റേ ജയിലിൽ അരിയുണ്ട തട്ടി കളിക്കാം. ഇബിലീസ് കണ്ടിട്ടുണ്ടാ? ആ ഇബിലീസ് കണ്ടിട്ടുണ്ട്. എന്നാ ഇബിലീസിൽ എന്റെ റോൾ എന്താ? ഇബിലീസ് കണ്ടിട്ടില്ല ചേട്ടാ.
ഓ എന്റെ മാനസികാവസ്ഥ ഞാനത് ഓ ഇംഗ്ലീഷ് കണ്ടോ? കണ്ടു കണ്ടു. ഇംഗ്ലീഷിൽ എന്റെ റോൾ എന്താ? ഫാൻസ് ആണ് ഫാൻസ്. ഇബിലീസ് കണ്ടിട്ടില്ല. ഞാൻ അഭിനയിച്ചതാ സത്യം പറയുകയാണെങ്കിൽ അത്. നീ കണ്ടിട്ടുണ്ടല്ലേ ഇബിലീസ്? അതെ റോൾ എന്താ ഇബിലീസില്? അടുത്ത ചോദ്യം. അടുത്ത comment നമ്മൾക്ക് അത് പറഞ്ഞു. പ്ലോട്ട് ട്വിസ്റ്റ്. ശ്രീനാഥ് ബാസി ഇൻ ഗെയിം പ്ലേ ഇസ് എ പെയ്ഡ് ആക്ടർ. യെസ് ഐ പെയ്ഡ് ഹിം $10,000. എന്നാ പൈസ താടാ. ശരിക്കും ശ്രീനാഥ് ബാസി ഇതൊക്കെ ഇപ്പൊ ആളുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയല്ലേ. ആൾ കാലത്ത് എനിക്ക് ഇതാരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കണേ നോക്കുമ്പോ ശ്രീനാഥ് ബാസിയാ ഞാൻ എപ്പോഴാ കളിച്ചേ. ആ സാധനം അടിച്ചിട്ടുണ്ടാവും അവൾക്ക്. ഞാൻ പുള്ളിനെ വിളിച്ചപ്പോ തന്നെ പുള്ളി അങ്ങനെയാ പറഞ്ഞ, ബ്രോ അത് ഞാനല്ല ബ്രോ. അപ്പൊ ഞാൻ പറഞ്ഞില്ല ബ്രോ അത് ഞാനാണ്. ആ കളിച്ച ഇതൊക്കെ ചെക്കൻ പൊളിയാണ് ബോണി പറയാൻ പറഞ്ഞു. ഓ മറ്റേ ഇതിലത്തെ അത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ പടത്തിന്റെ പേര് പേരെന്താ? ആ പടത്തിന്റെ പേരെന്താ? ശ്രീനാഥ് ബാസി. താങ്കൾ പറയും ആലോചിക്കാൻ സമയം എടുത്തോ. ഈ സമയം ആലോചിക്കാൻ സമയം എടുത്തോ. എനിക്കറിയാം നിനക്കറിയാൻ നോക്കാൻ വേണ്ടിട്ടാ ഗൂഗിൾ ചെയ്താരാവൂലെ. ക്യാമറ ഓൺ ആണ്. ഇല്ല ഞാൻ പറയാം അതിനോ പറയടാ. ഞാൻ പറയട്ടെ. എന്റെ തലയിലുള്ളിൽ സൗണ്ട് ഉണ്ടാക്കല്ലേ. ഓ മൈ ഗോഡ് അത് മാറ്റി തുമ്പത്ത് എനിക്ക് എന്റെ പാട്ടറിയാം. എന്നാ പാട്ട് പറ നീ. അറ്റ്ലീസ്റ്റ് നീ ഒരു കാസ്റ്റിന്റെ പേരെങ്കിലും പറയണ്ട അകത്ത്. ആ അത് ഞാൻ പറയാം. ശ്രീനാഥ് ബാസി ഉണ്ടല്ലോ, ഞാൻ വേറെ പറയാം. പുള്ളിനായിട്ട് ഗെയിം കളിക്കാൻ ചാൻസ് കഴിഞ്ഞാൽ നീ എന്താ പറയാൻ പോണ? ശ്രീനാഥ് ബാസി അതിൽ ഊമയാണ്. പിന്നെ അതില് നടനാണോന്നാണോ നീ ചോദിക്കാൻ പോണ പുള്ളിനോട്? പറയടാ പടത്തിന്റെ പേര് പറയടാ. എനിക്കറിയില്ല, എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇങ്ങനെ പറഞ്ഞ എനിക്ക് ഓർമ്മ വരില്ല. ഞാൻ ആലോചിക്കില്ല. കുമ്പളങ്ങി നൈറ്റ്സ്. കുമ്പളങ്ങി നൈറ്റ്സ്. മൂവിങ് ഓൺ.